എന്തുണ്ട് വിശേഷം? നമ്മളൊക്കെ പിന്നെ തിരക്കിലാണല്ലോ അല്ലേ? അതായത് പിന്നെ പുറത്തുള്ള ആൾക്കാരൊന്നും വലിയ വലിയ നിലകളിലെത്തിയ ആൾക്കാരൊന്നും എടുക്കാത്ത തരത്തിലുള്ള കോഴ്സുകളിൽ വളരെ PhD എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഇപ്പം ഭയങ്കര ക്വാളിഫിക്കേഷൻസാ അല്ലേ? മൊബൈലോളജി, ഫുഡോളജി, സ്ലീപ്പോളജി, ടൈം വേസ്റ്റോളജി, റീൽ സ്ക്രോളോളജി, അതാണ് ഏറ്റവും വലിയ കോഴ്സ്. ഇതിൽ PhD എടുക്കുന്ന തിരക്കിലാണ് നമ്മളെല്ലാവരും. ഒരു ബോധവും ഇല്ല. റീസൺ ഉണ്ട്, കാരണമുണ്ട്. എന്താ? ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഞങ്ങളുടെ പബ്ലിക് എക്സാം ആയിട്ടില്ലല്ലോ. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയാൽ പോരെ. അതിൻ്റെ മുന്നേ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 25 years ago. ഒരു മരം നടാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്ന് വെച്ചിട്ട് ഇനി മരം നടാൻ പറ്റില്ല എന്നാണോ? നിങ്ങൾക്ക് ഈ ചിന്ത വരും എന്നറിയാം. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ചിന്ത വരും, ഓ എനിക്ക് ഈ 10ാം ക്ലാസ്സിലെ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാവണമായിരുന്നെങ്കിൽ എൻ്റെ ഫൗണ്ടേഷൻ അടിപൊളിയായിരിക്കേണ്ടിയിരുന്നു, എൻ്റെ ബേസിക്സ് നന്നാവേണ്ടിയിരുന്നു. ഞാൻ ആ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ പഠിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് മാറിയേനെ. എനിക്ക് ഇത്രയും സമയം ഒരു ചാപ്റ്ററിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. എനിക്ക് ഇത്രയും സമയം പ്രോബ്ലം ചെയ്ത് സമയം കളയേണ്ടി വരില്ലായിരുന്നു. മാത്സ് എനിക്ക് ഇത്ര ടഫ് ആവില്ലായിരുന്നു. ഈ പ്രോബ്ലംസ് ഒക്കെ ഞാൻ കുറച്ചുകൂടെ പെട്ടെന്ന് സോൾവ് ചെയ്തേനെ ഇഫ് ഐ സ്റ്റാർട്ടഡ് ഏർലിയർ. വരാൻ പോണ റിഗ്രറ്റായത്. അതായത് ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 25 years ago എന്ന് പറയുന്ന പോലെ നിങ്ങൾ വിചാരിക്കും, ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് കുറച്ച് മുമ്പായിരുന്നു അല്ലേ? തോന്നും നിങ്ങൾക്ക് ആ സമയത്ത് വരാനിരിക്കുന്ന ഒരു റിഗ്രറ്റ് ഉണ്ട്. എടാ മക്കളെ, സംഭവം ശരിയാണ്. ദ ബെസ്റ്റ് ടൈം വിൽ ബി 25 years ago. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഈ ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് 9ലോ 7ലോ ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ തോന്നും നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ലൈഫിൽ ലേറ്റ് ആയിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇഫ് ഐ സ്റ്റാർട്ടഡ് ഏർലിയർ എന്ന് നമുക്ക് തോന്നും. അപ്പൊ നിങ്ങൾ ആലോചിക്കാറില്ല വാട്ട് വിൽ ബി ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തുടങ്ങണം. ഫ്രം ദിസ് മൊമെന്റ്, ഫ്രം ദിസ് സെക്കൻഡ്. യെസ്, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എന്താ? ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 25 years ago, ബട്ട് ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് ടുഡേ, നൗ. ശരിക്കും നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഈ കാണുന്ന ക്ലാസ് റൂമിൻ്റെ അകത്തുള്ള കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ കാണുന്ന കുറച്ച് കുഞ്ഞു മക്കള്, ഇവരോടാണോ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ലൈഫിൽ? അല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികൾ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഡ്രീംസും ഗോൾസും ഉള്ള ഒരുപാട് കുട്ടികൾ പുറത്ത് നിങ്ങളെപ്പോലെ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇവരെല്ലാവരും പഠിക്കുന്നത് ഒരേ കണ്ടന്റാ, ഒരേ സ്കൂളാ, ഒരേ സിലബസാ പഠിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ 24 hours അവർക്കും കിട്ടുന്നത്. അവരൊക്കെ 5ൽ നിന്നും അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ നോക്കി ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി അവരുടെ ഫ്യൂച്ചർ സെറ്റാക്കി അവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെ ചെയ്യണം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അവരപ്പോഴേ അവരുടെ എക്സാംസിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് ബേസിക്സ് ഫൗണ്ടേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ക്ലിയർ ആക്കിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലേറ്റാ. നിങ്ങൾക്ക് സമയമുണ്ടെന്നല്ല, നിങ്ങൾ ലേറ്റ് ആണ്. യു ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഏർലിയർ. നിങ്ങൾ ഇതിന് മുന്നേ തുടങ്ങേണ്ടവരായിരുന്നു, പക്ഷെ തുടങ്ങിയിട്ടില്ല. എന്ന് വെച്ച് ഇനി സമയമില്ല എന്നാണോ? നോ, ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടുഡേ, ദ സെക്കൻഡ്, ദിസ് മൊമെന്റ്. അത് നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നോ അന്ന് മുതൽ നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ വേറെ ലെവലായിട്ട് മാറും. നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങൾ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കും, എടാ എങ്ങനെയുണ്ട്, എന്താ തോന്നുന്നേ, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, മോനെ വേണമെങ്കിൽ പഠിച്ചോ, ഫൗണ്ടേഷൻ മര്യാദയ്ക്ക് ക്ലിയർ ആക്കിക്കോ, മാത്സിന്റെ ബേസിക്സ് ഒന്നും അറിയാണ്ട് കാൽക്കുലേഷൻ അറിയാണ്ട് അന്തം വിട്ട് നോക്കിക്കൊണ്ടുവരും എക്സാം ഹോളിന്റെ സമയത്ത്. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ പഠിച്ചോ എന്ന് നിങ്ങളോട് നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടാവും. അത് വെറുതെ അല്ല, അവരവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാ. They didn't start earlier. അവർ നേരത്തെ തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്കതല്ല, നിങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ട്. ഇപ്പോഴെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ് എത്തുന്ന സമയത്തേക്ക് യു വിൽ ബി റെഡി ടു ഫേസ് എനി എക്സാംസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ കിഡിലനായിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ കാലിബർ യൂസ് ചെയ്യുന്നു, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുന്നു, ഷെഡ്യൂൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നു, ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു, കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചലഞ്ച് നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ടാക്കിൾ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ആ പബ്ലിക് എക്സാം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു തരി ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? യു വിൽ ബി റെഡി. നിങ്ങൾ എന്ത് ചലഞ്ചും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാകും. നിങ്ങൾ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വരുന്നവരല്ല. നിങ്ങൾ ഈ കാണുന്ന ടോപ്പേഴ്സ് അല്ലെങ്കിൽ നല്ല A+ വാങ്ങിക്കുന്ന പിള്ളേർ എന്നൊക്കെ പറയുന്നത് വെറുതെ പൊട്ടിമുളച്ച് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ചാമ്പ്യൻസ് ആവുന്നതല്ല.
there is hard work behind it. അതിന്റെ പിന്നിൽ അവരുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ ആ 10ാം ക്ലാസ്സിൽ കിടന്നിങ്ങനെ നരകിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങിക്കോളി എന്റെ മക്കളെ. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും സീരിയസ് അല്ല, ഇതൊക്കെ സിമ്പിൾ എക്സാംസ് അല്ലേ, ഇതൊക്കെ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. ഒറ്റ കാര്യം ഞാൻ പറയാം, 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിക്കും, അന്ന് നിങ്ങൾക്ക് എന്റെ പേര് ഓർമ്മ വരും, ഇല്ലെങ്കിൽ എഴുതി വെച്ചോ ഐദാ റൈസിൽ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തി വരും, ഓ ആ മിസ് അന്ന് പറഞ്ഞതാ, അന്നേ ആ ഫൗണ്ടേഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമായിരുന്നു, അന്നേ ആ ബേസിക്സ് ഒക്കെ മര്യാദയ്ക്ക് പഠിച്ചു വെക്കാമായിരുന്നു, അന്നേ ഞാൻ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ആവാമായിരുന്നു, അന്നേ എനിക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത് പഠിക്കാമായിരുന്നു, എനിക്ക് ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നത് പഠിക്കാമായിരുന്നു, എനിക്ക് റൂട്ടീൻ ഉണ്ടാക്കുന്നത് പഠിക്കാമായിരുന്നു, എനിക്ക് ഡിസിപ്ലിൻ പഠിക്കാമായിരുന്നു, കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് അടിക്കും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് വന്ന് ഇങ്ങനെ പറയുന്നത് മക്കളെ. ഞങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം. നമ്മള് എക്സ്ക്യൂസസ് കണ്ടെത്താൻ നമ്മൾ ഭയങ്കര അടിപൊളിയാ. നമ്മൾ നേരത്തെ പറഞ്ഞ കോഴ്സിൻ്റെ അകത്ത് ഇതൊരു പുതിയ കോഴ്സാണ്, എക്സ്ക്യൂസോളജി അല്ലേ. അവിടെ പോകാനുണ്ടായിരുന്നു, ഇവിടെ പോകാനുണ്ടായിരുന്നു, ഇത് ചെയ്യാനുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. എക്സ്ക്യൂസ് കണ്ടെത്താൻ നമ്മൾ ഭയങ്കര അടിപൊളിയാ. ഒറ്റ കാര്യം മനസ്സിലാക്കുക മക്കളെ, നമ്മുടെ ലൈഫിനെ എക്സ്ക്യൂസസുകൾക്ക് വിട്ടുകൊടുക്കല്ല. നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫ് നിർണ്ണയിക്കാൻ പോകുന്നത് ഈ എക്സ്ക്യൂസസ് അല്ല, ഇറ്റ്സ് ദ റിസൾട്ട്സ്. നിങ്ങൾക്ക് റിസൾട്ട്സ് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലൈഫിൽ നമ്മളൊരു 0 ആയിട്ട് മാറണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ, സ്റ്റാർട്ട് ഏർലി എന്നേ ഞാൻ പറയുള്ളൂ. എത്രയും നേരത്തെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നോ അത്രയും നേരത്തെ നിങ്ങൾ തുടങ്ങിക്കോ. ഇതിന്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് വേസ്റ്റ് ഓഫ് ടൈം ആണ്, ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ നല്ല സമയം ഞാൻ കളയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളൊരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ആ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിക്കും, ഹോ ഐ ഡിഡ് ഇറ്റ്, ഐ എം ഗ്ലാഡ് ഐ സാക്രിഫൈസ് സംതിങ്. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങളോട് നോ പറയേണ്ടി വന്നിട്ടുണ്ട്, കുറേ സമയം ഞാൻ കുറച്ചും കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ, എനിക്ക് അതിനുള്ള റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്, യെസ് ഐ എം ഹാപ്പി എന്ന് നിങ്ങൾക്ക് ആ 10ാം ക്ലാസ്സിൽ തോന്നണം എന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മളെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവണം. പുഷ് യുവർ സെൽഫ്. നിങ്ങളുടെ ലിമിറ്റ്, നിങ്ങൾക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പുഷ് ചെയ്യും. ബിക്കോസ് ദ വേൾഡ് ഇസ് മൂവിങ് ഫാസ്റ്റ്. ഈ ലോകം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിലാണ് വേൾഡ് മൂവ് ചെയ്യുന്നത്. അതിനേക്കാളും കൂടുതൽ സ്പീഡിൽ നമ്മൾ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലായി പോവുകയുള്ളൂ. അതുണ്ടാവരുത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ മക്കളും ലൈഫിൽ ഏറ്റവും വലിയ നിലകളിലെത്തി. ആ സമയത്ത് നിങ്ങൾ ഓർക്കണം, യെസ് ഐ ഡിഡ് ഇറ്റ്, എനിക്കിത് ചെയ്യാൻ പറ്റി, ഐ സ്റ്റാർട്ടഡ് ഏർലി, ഞാൻ വെറുതെ നോക്കിയിരുന്നിട്ടില്ല, എൻ്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല, ഐ യൂസ്ഡ് മൈ ലൈഫ് എഫക്റ്റീവ്ലി, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാക്കാൻ പറ്റി, എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റി, ഐ ഹാവ് സെറ്റിൽഡ് മൈ ലൈഫ് എബവ് ആവറേജ് എന്ന് പറയാൻ ഓരോ കുട്ടികൾക്കും പറ്റണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഇന്ന് തുടങ്ങണം, ഇങ്ങനെ തുടങ്ങണം എന്നറിയില്ല മിസ്സേ, പല കുട്ടികളും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, മിസ്സേ സംഭവം ശരിയാണ്, പഠിക്കണം എന്നൊക്കെ നല്ല ബോധമുണ്ട്, പക്ഷെ എങ്ങനെ പഠിക്കണം എന്നറിയില്ല മിസ്, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല മിസ്. ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരോടും അല്ല പറയുന്നത്, ഈ പ്രശ്നമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കം ടു അസ്. നിങ്ങൾ 7th 8th 9th പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വി ഹാവ് എ സ്പെഷ്യൽ ബാച്ച് ഫോർ യു. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും നമ്മളുടെ ബാച്ചിലേക്ക് കയറി വരണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ there are students who needs our help. ഞങ്ങളുടെ സഹായം ആവശ്യമുള്ള, ഒന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. ആ കുട്ടികൾക്ക് വേണ്ടത് ഒരു കൈയാണ്, ഒരു കൈത്താങ്ങാണ്. ആ കൈത്താങ്ങാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞങ്ങളുടെ ബൂസ്റ്റർ ബാച്ചിലൂടെ. 7നും 8നും 9നും വളരെ കുറഞ്ഞ റേറ്റിൽ, നിങ്ങൾ ഇത്രയും കാലം കാണാത്ത റേറ്റിലാണ് ഞങ്ങൾ ഈ കോഴ്സ് തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എത്ര റേറ്റ് എടാ, 7ാം ക്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 1499 കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് വെറും 1249 റുപ്പീസിനാണ്. അതേപോലെ 8ാം ക്ലാസ്സിന്റെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് വെറും 1499 റുപ്പീസിനാണ്. 9th കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 1499 റുപ്പീസിനാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് എല്ലാ കാലത്തും ഇതുണ്ടാകും, കാരണം അത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് അഡ്മിഷൻസ് നമുക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം വരുന്ന 2000 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ നമ്മൾ തരാൻ പോകുന്നത്.
ഈ ഒരു ഓഫർ നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യും, നിങ്ങൾ പല ആൾക്കാരും ഇതിൽ ജോയിൻ ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ നോക്കി നല്ലൊരു പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പല ഫ്രണ്ട്സും ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളടുത്ത് വന്നിട്ട് പറയും, ഹോ എജുപോർട്ടിന്റെ ക്ലാസ് കണ്ടത് മുതൽ ഇറ്റ് ഈസ് വെരി അടിപൊളി, എനിക്ക് ഇഷ്ടലാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഓ അങ്ങ് ചേർന്നാൽ മതിയായിരുന്നു. അന്ന് തോന്നുമ്പോഴേക്ക് ഈ 1499 ഉള്ളത് 2499 ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ താഴെ നമ്മളുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈസിന് നിങ്ങൾക്ക് ഈ കോഴ്സ് ലോക്ക് ചെയ്യാൻ പറ്റും. അതും അധികം സമയമില്ല. ഫസ്റ്റ് 2000 സ്റ്റുഡൻസിന് മാത്രമാണ് നമ്മൾ ഈ കോഴ്സ് സെല് ചെയ്യുന്നത് കേട്ടോ. അതായത് സെല് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത്. ആ 2000 കുട്ടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ നോർമൽ പ്രൈസിലേക്ക് ഈ കോഴ്സ് മാറുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ ഞങ്ങൾ ഈ പൈസ തരുന്നത്? എന്തിനാ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെറും 1500 രൂപയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത്രയും സർവീസസ് ആണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ഫീച്ചർ അടക്കം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത്രയും അധികം സർവീസസ് ആണ്. നമ്മൾ ഇത്രയും ഉറപ്പ് വരുന്നുള്ളൂ. A+ ഞങ്ങളുടെ വക ഉറപ്പാണ്. ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ A+ കുറഞ്ഞതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് തരാൻ പോകുന്നത് കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ആക്സസ് ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫെബ്രുവരി 1st വീക്കോട് കൂടി കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്ത് തീർക്കുന്നുണ്ടാകും. ഫെബ്രുവരി മുതൽ മാർച്ച് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവിഷനും മോഡൽ എക്സാമിനുള്ള സമയമാണ്. സ്കൂളിൽ പോലും തുടങ്ങൂല. ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് റിവിഷൻ ആൻഡ് മോഡൽ എക്സാമിന്റെ ടൈം ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് മൈൻഡ് മാപ്പുകളും ഹാൻഡ് റിട്ടൺ നോട്ട്സുകളായിരിക്കും. വെറുതെ പ്രിന്റഡ് നോട്ട്സ് അല്ല, ഹാൻഡ് റിട്ടൺ നോട്ട്സുകളും മൈൻഡ് മാപ്പുകളും കൂടിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് 3 സെറ്റ് ഓഫ് എക്സാംസ്. 3 സെറ്റ് ഓഫ് എക്സാമുകളാണ് ആപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മക്കളെ. 3 സെറ്റ് ഓഫ് എക്സാമുകൾ. MCQ ഉണ്ടാകും, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ഉണ്ടാകും. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിപ്പിച്ചാലാണ് A+ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ആ രീതിയിൽ മൊത്തം അഹോരാത്രം പണിയെടുത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണെന്നുള്ളതാണ് ഈ പോസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ യു ഹാവ് 3 സെറ്റ് ഓഫ് എക്സാം. 3 സെറ്റ് ഓഫ് എക്സാമുകൾ നിങ്ങൾ എഴുതാൻ പോവുകയാണ്. വാട്സപ്പിലും അതേപോലെ AI ഡൗട്ട് ക്ലിയറൻസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്സപ്പിൽ ടീച്ചേഴ്സിനോട് നേരിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതേപോലെ സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്. ഓരോ സബ്ജക്റ്റുകൾക്കും നമ്മൾ പ്രത്യേകം ക്ലബ്ബുകൾ ഉണ്ടാകും. ആ കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്ട്സിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് A+ എത്താൻ പറ്റുക. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂളിൽ ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെ വേണം എന്നുള്ളതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഈ ക്ലബ്ബ് വൈസുള്ള സബ്ജക്ട് വൈസുള്ള ക്ലബ്ബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഫാക്കൾട്ടീസ് നേരിട്ട് തന്നെ ആയിരിക്കും നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 ടൈപ്പ് നോട്ടുകളായിരിക്കും. 2 ടൈപ്പ് നോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ടീച്ചേഴ്സ് PPT എടുക്കുന്ന സമയത്ത് കിട്ടുന്ന നോട്ട്സ്, രണ്ടാമത്തേത് ഒരു പ്രിന്റഡ് ഓരോ നോട്ട്സിനും ഓരോ ചാപ്റ്ററിനും നമ്മളൊരു പ്രിന്റഡ് നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ അങ്ങനെ 2 ടൈപ്പ് നോട്ടുകളാണ് പെർ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. നമ്മുടെ പേഴ്സണൽ മെൻറ്ററിങ് നമ്മുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ദിവസവും ഫോളോ അപ്പ് ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വഴി തെറ്റി നടക്കും. നിങ്ങളെല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പക്ഷെ എല്ലാ ദിവസവും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരാളുണ്ട്. എടാ പഠിച്ചോ, കഴിച്ചോ, എന്തെങ്കിലും പഠിച്ചില്ലേ, എക്സാം എഴുതിയില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിന്നെ താനേ ഒരു ബോധം വരും, അയ്യോ ഇന്ന് പഠിക്കാനുണ്ടല്ലോ. ഇത് ഓരോ ദിവസം നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഴ്സണലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ മെന്റേഴ്സിനെ അസൈൻ ചെയ്യുന്നത്. അതിന് നമുക്ക് എത്ര കോസ്റ്റ് ആയാലും നമുക്ക് പ്രശ്നമില്ല. ആ മെന്റർഷിപ്പ് സപ്പോർട്ട് ഞങ്ങളുടെ മാത്രം എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിരിക്കും. അതും നിങ്ങൾ വിചാരിച്ച പോലെ വെറുതെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ് മാത്രം കാണാനല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. 10th ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ ആ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അതിന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ആപ്പിലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വിത്ത് ഓരോ ചാപ്റ്റേഴ്സിനും നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് A+ ആണ് മക്കളെ. അതായത് എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ തരുന്ന ഷെഡ്യൂളിനനുസരിച്ച് കറക്റ്റായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ A+ കുറഞ്ഞതൊന്നും നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ കാണൂല. ഇനി ഇതിന്റെ അർത്ഥം എല്ലാവരും ചാടിക്കയറി നിങ്ങളുടെ കോഴ്സിൽ വരൂ, കോഴ്സ് തരാനാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതെന്നല്ല. പക്ഷേ നിങ്ങൾക്കൊരു കൈ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഒരാൾ ഒറ്റ കൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉയർന്ന് എവിടെയെങ്കിലും നിലകളിൽ എത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കം ടു അസ്.
ജസ്റ്റ് കം ടു അസ്. ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വന്നാൽ മതി. ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ആ ലെവലിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റിൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് കം ടു അസ്. നിങ്ങൾക്കത് നീഡിയാണ്, ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഫൗണ്ടേഷനും ബേസിക്സും കാര്യങ്ങളും കംപ്ലീറ്റ് ക്ലിയർ ആക്കി 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് സക്സസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് നിങ്ങളെ ഞങ്ങൾ എത്തിച്ചു തരും എന്നുള്ളത് എഡ്യൂപോർട്ടിന്റെ ഉറപ്പാണ്. സോ ബി റെഡി ഫോർ എ ഗ്രേറ്റ് ഫ്യൂച്ചർ. ഇനി ആർക്കെങ്കിലും നമ്മളുടെ കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മളുടെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സി യു ഹിയർ.